നമസ്കാരം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കണം. എല്ലാവരും ഇതുവരെ എടുത്തിട്ടുള്ള ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാവണം. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് BNSൻ്റെ പാർട്ട് 7 വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 121 മുതലുള്ള സെക്ഷനാണ് എടുക്കാൻ പോകുന്നത്. അത് മുതലുള്ള സെക്ഷൻ്റെ പ്രായോഗിക പ്രാധാന്യം, അത് കുറച്ച് എക്സാമ്പിളൊക്കെ വെച്ച് കോഡുകൾ വെച്ചിട്ടാണ് നമ്മളിത് പഠിപ്പിക്കുന്നത്. അപ്പോൾ വീഡിയോ എന്തായാലും അവസാനം വരെ കാണാം. നമ്മുടെ ജൂൺ മാസത്തെ PSCയുടെ കലണ്ടർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലെന്തായാലും CPOയുടെ എക്സാം ഇല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് മിക്കതും ജൂലൈ ഫസ്റ്റ് വീക്കിൽ തന്നെ എന്തായാലും എക്സാം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ദിവസം എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി ഈ സമയം പാഴാക്കാണ്ട് എല്ലാവരും ഇരുന്ന് പഠിക്കാം. അപ്പോൾ നമുക്ക് സെക്ഷനുകളിലേക്ക് കിടക്കാം. സെക്ഷൻ 121. പൊതുപ്രവർത്തകനെ തൻ്റെ കർത്തവ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ, വേദനിപ്പിക്കുകയോ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയോ ചെയ്യുന്നത്. അതായത് പബ്ലിക് സർവൻറ്റിനെ നമുക്ക് നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ അവരെ ദ്രോഹിക്കുകയോ അല്ലെങ്കിൽ കൊല്ലാൻ ശ്രമിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ഈ സെക്ഷനിൽ വരുന്നത്. ആരെങ്കിലും ഇതുപോലെ ഒരു പൊതുപ്രവർത്തകനെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ അവരുടെ ചുമതലകൾ നിറവേറ്റാനായിട്ട് അവരെ തടസ്സം നിൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് 5 വർഷം വരെ തടവും പിഴയും ലഭിക്കാം. ഇനി ഈ വകുപ്പ് പ്രകാരം കഠിനമായ ദേഹോപദ്രവമാണ് ഈ പബ്ലിക് സർവൻറ്റിനെ ഏൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ ശിക്ഷ കൂടും. അപ്പോൾ 10 വർഷം വരെ ആകുന്ന തടവും പിഴയും ആണ് ലഭിക്കുക. ഇനി ഈ സെക്ഷൻ പഠിച്ചു വയ്ക്കാനുള്ള കോഡ് 2 എന്ന് പറയുമ്പോൾ ആലോചിക്കുക. പൊതുപ്രവർത്തകൻ പൊതുവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും, ഇത് സ്വന്തമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യും. അപ്പോൾ 2 കാര്യങ്ങളും ചെയ്യും. 2 കാര്യം ചെയ്യണവനാണ് പൊതുപ്രവർത്തകൻ. അപ്പോൾ കത്തി എടുത്തിട്ട് 2 കാര്യങ്ങളും ചെയ്യണ ഒരാളെ കുത്തി, ഒന്നെന്ന് പറയുമ്പോൾ കത്തിയുടെ മേലെ പോലെ ആലോചിക്കുക, മറ്റൊന്നെന്ന് പറയുമ്പോൾ കുത്തീനെ പോലെ ആലോചിക്കുക. കത്തി കൊണ്ട് 2 കാര്യം ചെയ്യണ ഒരു പൊതുപ്രവർത്തകൻ എന്ത് ചെയ്തു? കത്തിയെടുത്ത് കുത്തി. അങ്ങനത്തെ ദ്രോഹങ്ങൾ, പബ്ലിക് സർവൻറ്റിന് ദ്രോഹങ്ങൾ പറ്റണ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് സെക്ഷൻ 121 പറയുന്നത്. ഇനിയാണ് സെക്ഷൻ 124. സെക്ഷൻ 124 പറയുന്നത് ആസിഡ് മുതലായവ ഉപയോഗിച്ചുകൊണ്ട് സ്വമേധയാ നടത്തുന്ന കഠിനമായ ദേഹോപദ്രവമാണ്. അതായത് വേറൊരാളുടെ മേത്ത് ആസിഡ് ആക്രമണങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ഒരു ആസിഡ് ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷയെക്കുറിച്ചും അത് വരുന്ന സെക്ഷനാണ് 124. അപ്പോൾ നിങ്ങൾ വിക്രമിൻ്റെ സിനിമ കണ്ടിട്ടുണ്ടോ? സിനിമയിൽ അങ്ങനെ ആസിഡ് അല്ല, പക്ഷെ അങ്ങനെ ഒരു ആസിഡ് മേത്ത് വീണ പോലെ അങ്ങനത്തെ ഒരു രൂപമായിട്ട് നടക്കണം. അപ്പോൾ നമ്മൾ ഓർത്ത് വയ്ക്കാനാണ് അതിലൊരു പാട്ടുണ്ട്, എന്നോട് നീ ഇരുന്താൽ എന്ന് പറഞ്ഞിട്ട്. ഇരുന്താൽ എന്ന് പറയുമ്പോൾ 2, 4 അങ്ങനെ ആലോചിക്കുക. എന്നോട് നീ ഇരുന്താൽ എന്ന് പറയുമ്പോൾ 1, 2, 4 1, 2, 4 ഇതുപോലത്തെ ആസിഡ് മുതലായ ആക്രമണങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ പാട്ട് ആലോചിക്കുകയാണെങ്കിൽ ഇരുന്താൽ എന്ന് പറയുമ്പോൾ 2, 4 1, 2, 4 124 ആസിഡ് മുതലായ ആക്രമണം. ഇനി ഇതുപോലത്തെ ഒരു പ്രവൃത്തി ചെയ്താൽ കിട്ടുന്ന ശിക്ഷയാണ് 10 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകാവുന്നതുമായ തടവ് ശിക്ഷയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇതുപോലത്തെ മരണത്തിന് വരെ കാരണമായേക്കാവുന്ന എന്ത് കുറ്റത്തിനും, ഇപ്പോൾ വധശ്രമമാണെങ്കിലും അല്ലെങ്കിൽ ആത്മഹത്യാശ്രമം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഗർഭിണിയുടെ മിസ്കാരേജ് നടത്തി ആ ഗർഭിണിയായ സ്ത്രീ മരിച്ചു പോവുക, അതായത് അങ്ങനെ മരിക്കാൻ സാധ്യതയുള്ള സംഭവങ്ങൾക്കൊക്കെ കൊടുക്കുന്ന ശിക്ഷ എന്താണ്? 10 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകാവുന്നതുമായ തടവ് ശിക്ഷയാണ്. ഇതുപോലെ ഈ ആസിഡ് ആക്രമണം എന്ന് പറയുന്നത് നോൺ പെയിലബിൾ ഒഫൻസ് ആണ്. ഇനി ഇതിൻ്റെ ഒപ്പം ഒരു പിഴശിക്ഷ ഈടാക്കും. ആ പിഴ എന്ന് പറയുന്നത്, അതായത് ആസിഡ് ആക്രമണം പറ്റിയിട്ട് ചികിത്സിക്കണമല്ലോ, ചികിത്സയ്ക്ക് പുനരധിവാസത്തിന് വേണ്ടി എത്ര രൂപയാണോ തുകയായിട്ട് വരുന്നത് ആ തുക മൊത്തമാണ് പിഴയായിട്ട് ഇടാം. ഇനി ഇതിനൊരു സബ് സെക്ഷൻ ഉണ്ട്. അതായത് ആസിഡ് വലിച്ചെറിയാൻ ശ്രമിക്കുകയോ ചെയ്യണമെങ്കിൽ, അതായത് ആദ്യത്തെ 124 124 ആ ശ്രമത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ചിലപ്പോൾ ആസിഡ് ആക്രമണം നടത്താൻ ശ്രമിച്ചിട്ട് അത് രക്ഷപ്പെട്ടിട്ടുണ്ടാവും, ആസിഡ് ആക്രമണം മേലെ ഏൽപ്പിച്ചിട്ടില്ല. പക്ഷെ ഇതും വധശ്രമം പോലെ ഇതൊരു ശ്രമമാണ്, ആസിഡ് ആക്രമണത്തിന് ശ്രമം. ഈ ശ്രമമാണെങ്കിൽ ഇത് കണക്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. ഈ ശ്രമമാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ശിക്ഷ 5 വർഷം മുതൽ 7 വർഷം വരെ ആയിരിക്കും. 5 വർഷത്തിൽ കുറയാത്തതും 7 വർഷത്തോളം ആകാവുന്നതുമായ തടവ് ശിക്ഷയും പിഴയാണ് ഇതിന് കിട്ടുന്നത്. സെക്ഷൻ 125. ജീവനോ മറ്റുള്ളവരുടെ വ്യക്തിപരമായ സുരക്ഷയ്ക്കോ അപകടം ഉളവാക്കുന്ന കൃത്യം. ഇത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ റോട്ടിലൊക്കെ ഓവർ സ്പീഡിൽ ബൈക്ക് പോവില്ലേ, ബൈക്കുകളും കാറൊക്കെ ഓടിച്ച് പോകുന്നത്, അതവർ ശരിക്കും ആ റോട്ടിൽ അത്ര സ്പീഡിൽ പോകേണ്ട ആവശ്യമില്ല. പക്ഷെ അവരുടെ ഒരു ഇതിനായിട്ട് രസത്തിനായിട്ടൊക്കെ സ്പീഡിൽ ഓടിച്ച് പോകും. അത് കാരണം മറ്റുള്ളവർക്ക് അപകടം പറ്റാനായിട്ട് സാധ്യതയുണ്ട്, അവരുടെ ഒരു സാഹസിക പ്രവൃത്തി കാരണം. അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്സിലാണെങ്കിൽ സ്പീഡിൽ ഓടിച്ച് അപകടം പറ്റാം. അതായത് മറ്റുള്ളവരുടെ ജീവനോ അല്ലെങ്കിൽ അവരുടെ സുരക്ഷയ്ക്കോ അപകടം ഉണ്ടാവുന്ന എന്ത് കൃത്യം, ആ കൃത്യമൊക്കെ എന്തിൽ വരും? ഈ സെക്ഷൻ 125 വരും. ഞാൻ ചോദിക്കട്ടെ, സെക്ഷൻ 25 ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? സെക്ഷൻ 25 BNS നമ്മൾ പഠിച്ചത് 25 വയസ്സിൽ ഗെയിം കളിച്ചിട്ട് അപകടം ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു. അപ്പോൾ ഇതും നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. സെക്ഷൻ 25 ഗെയിം കളിച്ച അപകടം, പക്ഷെ അത് സമ്മതത്തോടു കൂടി ആയ കാരണം കുഴപ്പമില്ല. ഇവിടെ അങ്ങനെയല്ല, സമ്മതമൊന്നുമില്ല. അതായത് മറ്റുള്ളവരുടെ സുരക്ഷയ്ക്ക് അപകട രീതിയിൽ എന്തെങ്കിലും സാഹസികമായോ ഉപേക്ഷാപൂർവകമായോ ചെയ്യുന്ന കൃത്യം എന്താണ്? മറ്റുള്ളവർക്ക് അപകടം വരാണെങ്കിൽ അതിനുള്ള ശിക്ഷയെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അതായത് ഇതിനുള്ള ശിക്ഷയാണ് 3 മാസം വരെയാകുന്ന തടവും 2500 രൂപ വരെയാകുന്ന
പിഴയാണ് ഇതിന് കിട്ടുക, സെക്ഷൻ 125. അപ്പോൾ അത് സെക്ഷൻ 25ആയിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കണം. ആക്ട് എൻഡേഞ്ചറിങ് ലൈഫ് ഓർ പേഴ്സണൽ സേഫ്റ്റി ഓഫ് അതേഴ്സ്. ഇനി സെക്ഷൻ 125 രണ്ട് സബ്സെക്ഷൻ ഉണ്ട്, സെക്ഷൻ 125A സെക്ഷൻ 125B. സെക്ഷൻ 125A എന്ന് പറയുന്നത് ജീവനോ മറ്റുള്ളവരുടെ വ്യക്തിപരമായ സുരക്ഷയ്ക്കോ അപകടം ഉളവാക്കുന്നത് വഴി ദേഹോപദ്രവം ഉണ്ടാക്കുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു സാഹസിക പ്രവൃത്തി വഴി മറ്റുള്ളവരുടെ ജീവന് ഒരു ദേഹോപദ്രവം ഉണ്ടാകുന്നത്. ദേഹോപദ്രവം ഉണ്ടാവുകയാണെങ്കിൽ അത് സെക്ഷൻ 125A വരും. എന്ന് പറയുമ്പോൾ അടിക്കൽ, അടിയെന്ന് ഞാൻ ആലോചിക്കുക ഓർമ്മ കിട്ടാനായിട്ട്. സെക്ഷൻ 125A ദേഹോപദ്രവം ഉണ്ടാവില്ലേ. അങ്ങനെ ദേഹോപദ്രവം ഉണ്ടാവുകയാണെങ്കിൽ ശിക്ഷ 6 മാസം വരെയാകുന്ന തടവും 5000 രൂപ വരെയാകുന്ന പിഴയും കിട്ടും. അതായത് മറ്റേതിന്റെ നേരെ ഇരട്ടി. മറ്റേത് 3 മാസം 2500 ആയിരുന്നു. ഇത് 6 മാസം വരെയാകുന്ന പിഴയും 6 മാസം വരെയാകുന്ന തടവും 5000 രൂപ വരെയാകുന്ന പിഴയാണ് ലഭിക്കുക. ഇനി സെക്ഷൻ 125B. നമ്മൾ മുന്നത്തെ സബ്സെക്ഷനിൽ പഠിച്ചത് ജസ്റ്റ് ദേഹോപദ്രവത്തിന്റെ കാര്യമാണ്. പക്ഷെ ബിയിൽ പറയുന്നത് ബെസ്റ്റ് അടി എന്ന് ആലോചിക്കുക. ബി എന്ന് പറയുമ്പോൾ അതായത് കഠിനമായ ദേഹോപദ്രവം അല്ലെങ്കിൽ സാരമായ എന്തെങ്കിലും പരിക്കോ അല്ലെങ്കിൽ കഠിനമായ ദേഹോപദ്രവം ഉണ്ടായി കഴിഞ്ഞാൽ ലഭിക്കുന്ന ശിക്ഷയെ കുറിച്ചിട്ടാണ് ഇവിടെ പറയണത്. കഠിനമായ ദേഹോപദ്രവമാണ് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ 3 വർഷം വരെയാകുന്ന തടവ് ശിക്ഷയും 10000 രൂപ വരെയാകുന്ന പിഴയോ അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇവ രണ്ടും ഒരുമിച്ചും നമുക്ക് കിട്ടാവുന്നതാണ്. ഇനി പറയുന്നതാണ് സെക്ഷൻ 126. സെക്ഷൻ 126 പറയുന്നത് അന്യായമായി തടസ്സപ്പെടുത്തലാണ്. അതായത് മോഹൻലാലിന്റെ ഒരു സിനിമയിൽ പറയുന്നുണ്ട്, ഒരു ജഡ്ജീനെ അങ്ങനെ തടഞ്ഞു നിർത്തിയിട്ട്. സിനിമയുടെ പേര് ഓർമ്മയുള്ള ഒരു കമന്റ് ബോക്സിൽ ഇട്ടോളൂ. എന്നാതാനിപ്പോ പോണ്ടെന്ന് പറഞ്ഞിട്ട് ജഡ്ജിയുടെ വഴി തടയണ സീൻ ഓർമ്മയുണ്ടോ? അവിടെ ആർക്കും വായുകുളിയൊന്നും വാങ്ങിക്കണ്ടല്ലോ, പോണ്ട. അത് ഈ റോങ്ഫുൾ റിസ്ട്രെയിൻ ഒരു ഉദാഹരണമാണ്. അതായത് ഒരു വ്യക്തിക്ക് ആ വഴി കൂടെ പോകാനായിട്ട് അവകാശമുണ്ട്, എങ്കിലും അന്യായമായി നമ്മൾ സ്വമേധയാ അത് തടയുകയാണെങ്കിൽ അത് സെക്ഷൻ 126ന്റെ കീഴിലാണ് വരിക. അത് ആ സിനിമയുടെ സീൻ ഓർമ്മയുണ്ടെങ്കിൽ ഒരിക്കലും മറക്കില്ല. ഈ 126 എന്നുള്ള സെക്ഷൻ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലന്റെ നമ്പറായിട്ട് കണക്ട് ചെയ്യുക. അതായത് ഒരാൾ വഴി കൂടെ പോകുമ്പോൾ വഴിയിൽ 2 കാലന്മാർ നിൽക്കണം. ഒരാളാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, 2 കാലന്മാർ നിൽക്കണം. അപ്പോൾ വഴിയിൽ അങ്ങോട്ടും പോകാൻ പറ്റില്ല, ബാക്കോട്ടും പോകാൻ പറ്റില്ല, ഫ്രണ്ടിലും ബാക്കിലും കാലന്മാർ നിൽക്കാം. അപ്പം എന്താണ്, അന്യായമായി തടസ്സപ്പെടുത്തലായി. ഒരാൾ വഴി കൂടെ പോകുമ്പോൾ 2 കാലന്മാർ, 1, 2, 6, 126. ഇനി ഇതിന്റെ സബ്സെക്ഷനാണ് 126(2). ഇതിൽ പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ അതിനുള്ള ശിക്ഷയാണ്, പനിഷ്മെന്റ് ഫോർ റോങ്ഫുൾ റിസ്ട്രെയിൻ. അതായത് ഇതിന്റെ ശിക്ഷ എന്ന് പറയുന്നത് 1 മാസം വരെയാകുന്ന തടവ് ശിക്ഷയും 5000 രൂപ വരെയാകുന്ന പിഴയും, അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ച് കിട്ടും. ഇതാണ് സെക്ഷൻ 126(2) പറയുന്നത്. അടുത്തതാണ് സെക്ഷൻ 127. സെക്ഷൻ 127 1 പറയുന്നതാണ് അന്യായമായ തടഞ്ഞു വയ്ക്കൽ. അപ്പോൾ 2 എന്നിട്ടായിരിക്കും പറയണത്. 127 പറയുന്നത് അതിന്റെ ശിക്ഷയെ കുറിച്ചിട്ടാണ്. അപ്പോൾ 127 പറയുന്നത് ന്യായമായ തടഞ്ഞു വയ്ക്കൽ. അതായത് ഒരു വ്യക്തിയെ ഒരു റൂമിൽ നമ്മൾ അടച്ച് പൂട്ടിയിട്ടു, എങ്ങോട്ട് പുറത്തേക്കൊന്നും വിടാണ്ട് റൂമിൽ നമ്മുടെ ഇഷ്ടപ്രകാരം പൂട്ടിയിടുകയാണെങ്കിൽ അതെന്താണ്, അന്യായമായ തടഞ്ഞു വയ്ക്കലാണ്. അതായത് A-Z ഒരു മുറിക്കുള്ളിൽ കൊണ്ടുപോകുകയും അതിനുള്ളിൽ പൂട്ടിയിടുകയും ചെയ്താൽ A-Z അന്യായമായി തടഞ്ഞു വെച്ചിരിക്കുന്നതായിട്ട് കണക്കാക്കാം. അല്ലെങ്കിൽ വേറൊരു ഉദാഹരണം, ഇപ്പോൾ ഒരാളെ ഒരു റൂമിൻ്റെ അകത്തിട്ട് പൂട്ടി അടച്ചു, എന്നിട്ട് അതിന് പുറത്ത് ചുറ്റും തോക്ക് നിർത്തി ആൾക്കാർ നിർത്തി, എന്നിട്ട് പറഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അപ്പോൾ വെടിവെക്കും. അതായത് അങ്ങനെ പറയുന്നത് അന്യായമായി തടഞ്ഞു വെക്കലിന് ഉള്ളൊരു എക്സാമ്പിളാണ്. അപ്പോൾ 27 സെക്ഷൻ 27 ഓർമ്മയുണ്ടോ? BNSലെ സെക്ഷൻ 27 പറയുന്നത് രക്ഷാകർത്താക്കളെ കുറിച്ച് ബന്ധപ്പെട്ടൊരു കാര്യമാണ് പറയുന്നത്. അതായത് നമ്മൾ സെക്ഷൻ 25, 26, 27 ഒക്കെ ഒരുമിച്ചാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രക്ഷാകർത്താക്കളുടെ സമ്മതത്തോടു കൂടി ഒരു പ്രവൃത്തി ചെയ്തിട്ട് ആ കുട്ടിക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അത് ആലോചിക്കുക. അതായത് നമ്മുടെ വീട്ടിലിപ്പോൾ നമ്മൾ തടഞ്ഞു വയ്ക്കേണ്ട ആരാ, നമ്മളെ രക്ഷാകർത്താക്കൾ. ജസ്റ്റ് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാട്ടാ. അതായത് രക്ഷാകർത്താക്കൾ നമ്മളെ പുറത്തേക്കൊന്നും വിടില്ല, കളിക്കാനൊന്നും വിടില്ല, പഠിക്കുന്ന പറഞ്ഞ് വീട്ടിൽ തടഞ്ഞു വയ്ക്കും. അപ്പോൾ 127 എന്ന് പറയുമ്പോൾ അങ്ങനെ ഓർത്ത് വയ്ക്കാം. ഇനി 127(2) പറയുന്നത് അതിനെക്കുറിച്ചിട്ടുള്ള ശിക്ഷേനെ കുറിച്ചിട്ടാണ്. ഇങ്ങനെ ന്യായമായി തടഞ്ഞു വെക്കുകയാണെങ്കിൽ അതിന് കിട്ടുന്ന ശിക്ഷയാണ് 1 വർഷം വരെയാകുന്ന തടവോ 5000 രൂപ വരെയാകുന്ന പിഴയോ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇത് രണ്ടും ഒരുമിച്ച് കിട്ടും. 1 വർഷം വരെയാകുന്ന തടവോ 5000 രൂപ വരെയാകുന്ന പിഴയോ. ഇനി നമ്മൾ പഠിക്കുന്നതാണ് സെക്ഷൻ 127(3). ഈ സെക്ഷൻ 127 തന്നെ കുറച്ചധികം സബ്സെക്ഷൻസ് ഉണ്ട്. 8 സബ്സെക്ഷൻ വരെ നമുക്ക് പഠിക്കാനുണ്ട്. അതായത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണത്, അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. അപ്പോൾ സെക്ഷൻ 127 സബ്സെക്ഷൻ 3 പറയുന്നത്, അതായത് 3 അതിലധികമോ ദിവസത്തേക്ക് അന്യായമായി തടഞ്ഞു വെക്കല്. 3 ദിവസത്തിലധികം അന്യായമായി തടഞ്ഞു വെക്കുകയാണെങ്കിൽ ശിക്ഷ എന്താവും, 3 വർഷം വരെയും. അത് പഠിച്ചു വയ്ക്കാൻ എളുപ്പമാണ്. സെക്ഷൻ 127 3 സബ്സെക്ഷൻ 3. 3 അതിലധികം ദിവസം തടഞ്ഞു വെക്കേണ്ടതാണ്. ശിക്ഷ എന്താണ്, 3 വർഷം വരെയാണ് അതിന്റെ ശിക്ഷ. അപ്പോൾ അത് അടുപ്പിച്ച് സിമ്പിളായിട്ട് പഠിക്കാം. ഇനി അതിന്റെ പിഴ എന്ന് പറയുന്നത് 10000 രൂപ വരെയാണ് അതിന് പിഴ ശിക്ഷ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇവ രണ്ടും കൂടി ഒരുമിച്ചും ലഭിക്കാം. അതാണ് സെക്ഷൻ 127 3. പഠിക്കാൻ കുറച്ച് എളുപ്പമുണ്ട്. 3, 3, 3 അടുപ്പിച്ച് പഠിക്കാം. അടുത്തതാണ് സെക്ഷൻ 127 4. 127 4 പറയുന്നത്
10 അതിലധികമോ ദിവസത്തേക്ക്, മറ്റേത് 3 ദിവസത്തിന്റെ കാര്യം പറഞ്ഞത്, ഇതിപ്പോൾ 10 ദിവസമായി, 10 അതിലധികമോ ദിവസത്തേക്ക് തടഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അതെന്താവും? അതിന് ശിക്ഷ 5 വർഷം വരെയാവും. 5 വർഷം വരെ ആകുന്ന തടവും 10,000 രൂപ വരെ ആകുന്ന പിഴയും കിട്ടും. ഇതാണ് 10 അതിലധികമോ ദിവസം തടഞ്ഞു വെച്ചാൽ കിട്ടണ ശിക്ഷ. ഇനി സെക്ഷൻ 127(5). 5 എന്ന് പറയുമ്പോൾ ആലോചിക്കാം, നമുക്ക് റിട്ടുകൾ എത്ര ഉണ്ട്? റിട്ടുകൾ 5 റിട്ടുകളാണുള്ളത്. പ്രൊഹിബിഷൻ, സെർഷ്യോറി, കൊവാറന്റോ, ഹേബിയസ് കോർപ്പസ്, അങ്ങനെ പറഞ്ഞ് 5 റിട്ടുകളുണ്ട്. അപ്പോൾ 127(5) പറയുന്നത് അതായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അതായത് മോചനത്തിനായിട്ട് റിട്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത് അറിഞ്ഞിട്ടും അന്യായമായിട്ട് തടഞ്ഞു വയ്ക്കുക. അതായത് ആളെ മോചിപ്പിക്കാനായിട്ട് റിട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്, അത് നമുക്കറിയാം. പക്ഷെ അത് അറിഞ്ഞുകൊണ്ടും പിന്നെയും അദ്ദേഹത്തെ തടഞ്ഞു വയ്ക്കുക, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിനെ തടഞ്ഞു വെക്കണതിനെ കുറിച്ചിട്ടാണ് 127(5) പറയുന്നത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സാധാരണയായിട്ട് കിട്ടുന്ന ശിക്ഷയ്ക്ക് പുറമെ 2 വർഷത്തോളം കാലത്തേക്കും അല്ലെങ്കിൽ രണ്ടിലേതെങ്കിലും തരത്തിൽപ്പെട്ട തടവ് ശിക്ഷയ്ക്കും പിഴയും നൽകാവുന്നതാണ്. അതായത് മുന്നേ പറഞ്ഞിട്ടുള്ള ശിക്ഷകൾ പോരാണ്ട് എന്ത് ചെയ്യും? 2 വർഷം എക്സ്ട്രാ കിട്ടും. അതാണ് 127(5) പറയുന്നത്. ഇനി പറയുന്നതാണ് സെക്ഷൻ 127(6). 6 എന്ന് പറയുമ്പോൾ സീക്രട്ട് എന്ന് ആലോചിക്കാം. അതായത് രഹസ്യമായ അന്യായമായ തടഞ്ഞു വയ്ക്കൽ. നമ്മൾ ഇത്ര നേരം പറഞ്ഞത് അന്യായമായ തടഞ്ഞു വയ്ക്കലിനെ കുറിച്ചിട്ടായിരുന്നു. പക്ഷെ അത് രഹസ്യമായിട്ട് ചെയ്യുന്നത്, 6 സീക്രട്ടായിട്ട് ചെയ്യുന്നത്. അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പബ്ലിക് സർവൻറ്റ് അറിയരുത് എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു വ്യക്തിനെ തടഞ്ഞു വെക്കേണ്ടത് അല്ലെങ്കിൽ ഒളിപ്പിച്ച ഒരു സ്ഥലത്തേക്ക് വെക്കേണ്ടതാണ് എന്ത്? സെക്ഷൻ 127(6) 6 പറയുന്നത് രഹസ്യമായിട്ടുള്ള അന്യായമായ തടഞ്ഞു വയ്ക്കൽ. ഇങ്ങനെ രഹസ്യമായിട്ട് തടഞ്ഞു വയ്ക്കുകയാണെങ്കിൽ ആൾക്ക് കിട്ടുന്ന ശിക്ഷയാണ്, അന്യായമായ തടഞ്ഞു വയ്ക്കുന്ന ആൾക്ക് ഓൾറെഡി ശിക്ഷ കിട്ടും. ആ ശിക്ഷയ്ക്ക് പുറമെ 3 വർഷത്തോളം ആകുന്ന കാലത്തേക്ക് എന്ത് കിട്ടും? തടവ് ശിക്ഷ കിട്ടും. കൂടാതെ എന്ത് ചെയ്യും? പിഴ, മറ്റൊരു മുൻപത്തെ ശിക്ഷയ്ക്ക് കിട്ടിയ പിഴയും ഒരുമിച്ച് കിട്ടും. അപ്പോൾ സീക്രട്ടായിട്ടൊക്കെ തടഞ്ഞു വയ്ക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? കുറേ സെക്ഷനുകൾക്കുള്ള ശിക്ഷത്തിൻ്റെ ഒപ്പം പോരും. അങ്ങനെ ആലോചിക്കാം. അപ്പോൾ 127(6) 6 എന്ന് പറയുമ്പോൾ സീക്രട്ടായിട്ട് തടഞ്ഞു വയ്ക്കുന്നത്. ഇനി പറയുന്നതാണ് സെക്ഷൻ 127(7). 127(7) പറയുന്നത് സ്വത്ത് കവർന്നെടുക്കാനോ അല്ലെങ്കിൽ നിയമവിരുദ്ധമായ ഒരു കൃത്യത്തിന് നിർബന്ധിക്കാനോ വേണ്ടിയിട്ട് ആളെ തടഞ്ഞു വയ്ക്കാൻ, തടഞ്ഞു വെച്ചിട്ട് പറയാം, അല്ലെങ്കിൽ പൈസ എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താണ് ഒരു കുറ്റകൃത്യം സമ്മതിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു റൂമിൽ അടച്ച് പൂട്ടിയിടാൻ സമ്മതിക്കാണ്ട് ഇതിന് ഇറക്കില്ല അങ്ങനത്തെ ഉദ്ദേശത്തോടു കൂടി അങ്ങനെയൊക്കെ പൂട്ടിയിടുന്നത്. അല്ലെങ്കിൽ സേവനമോ സാധനങ്ങളോ കിട്ടാൻ വേണ്ടി പൂട്ടിയിടാം. അങ്ങനെ ആലോചിക്കാം. അപ്പോൾ 7 2 7 ഉണ്ട്. 127 ഒരു 7 പിന്നെ സബ്സെക്ഷൻ്റെ 7 സേവനമോ സാധനങ്ങളോ കിട്ടാൻ വേണ്ടി തടഞ്ഞു വയ്ക്കുന്നത്. ഇതിനുള്ള ശിക്ഷയാണ് 3 വർഷത്തോളം ആകുന്ന തടവ് ശിക്ഷയും പിഴയും. ഇനി അടുത്തതാണ് 127(8). 127(8) പറയുന്നത് പേടിപ്പിച്ച് ഒരു 8ൻ്റെ പണി കിട്ടുന്ന കാര്യത്തിന് സമ്മതിപ്പിക്കുക. അതായത് ഭയപ്പെടുത്തി കുറ്റസമ്മതം വാങ്ങുകയോ വസ്തു തിരികെ കൊടുക്കുവാൻ നിർബന്ധിക്കുകയോ ചെയ്യുന്നതിന് വേണ്ടി അന്യായമായി തടഞ്ഞു വയ്ക്കൽ. അതായത് പേടിപ്പിച്ചിട്ട് ഒരു കാര്യം സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പേടിപ്പിച്ച് മറ്റേ ജസ്റ്റ് തടഞ്ഞു വെച്ചുള്ളൂ. ഇത് ഭയപ്പെടുത്തി കുറ്റസമ്മതം വാങ്ങാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം സമ്മതിപ്പിക്കാനോ വേണ്ടിയിട്ട് തടഞ്ഞു വെക്കുന്നതാണ് 127(8). ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ശിക്ഷ 3 വർഷത്തോളം ആകുന്ന തടവ് ശിക്ഷയും പിഴയാണ് ലഭിക്കുക. ഇനി തടഞ്ഞു വയ്ക്കുന്ന സെക്ഷനുകൾ കഴിഞ്ഞു. അടുത്തതാണ് സെക്ഷൻ 129. സെക്ഷൻ 129 പറയുന്നതാണ് ക്രിമിനൽ ശക്തി അഥവാ ക്രിമിനൽ ഫോഴ്സ്. ക്രിമിനൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 2 പേരും കൂടി ഒരാളെ ബലം പ്രയോഗിച്ച് കൊണ്ടുപോയി ആലോചിക്കാം. 1, 2, 9 എന്ന് പറയുമ്പോൾ. ഇനി നിങ്ങൾക്ക് നല്ല കോഡുകൾ കിട്ടുകയാണെങ്കിൽ അങ്ങനെ പഠിച്ചു വയ്ക്കാട്ടോ. അതായത് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇനി സെക്ഷൻ 129 പറയുന്നത് അതായത് എന്തെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ പരിക്കേൽപ്പിക്കാനോ ഭയപ്പെടുത്താനോ ബുദ്ധിമുട്ടിപ്പിക്കാനോ വേണ്ടി ആ വ്യക്തിയുടെ സമ്മതം കൂടാതെ മനഃപൂർവ്വം പ്രയോഗിക്കുന്ന ബലത്തിനെയാണ് ക്രിമിനൽ ഫോഴ്സ് എന്ന് പറയാം. അതായത് സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ പറയാം. ഒരു നദിയിലൊരു ബോട്ട് കെട്ടിയിട്ടാണ്. അപ്പോൾ ബോട്ട് എന്ത് ചെയ്തു? അപ്പോൾ ആ ബോട്ടിലിരിക്കുന്ന ആൾക്ക് നീന്താൻ അറിയില്ല, വെറുതെ ഒരു രസത്തിന് പോയിരുന്നതാ. അപ്പോൾ എന്ത് ചെയ്തു? അപ്പുറത്തിരിക്കുന്ന ആൾ കൂട്ടുകാരൻ എന്ത് ചെയ്തു? ആ ബോട്ടിൻ്റെ കെട്ടയച്ചു വിട്ടു. വിട്ടപ്പോൾ എന്തുണ്ടായി? ബോട്ട് ആ ഒഴുക്കിൽ വെള്ളത്തിലേക്ക് അങ്ങോട്ട് പോയി. അത് ആൾക്ക് അപകടം ഉണ്ടാക്കി. അതായത് ബോട്ടിൽ നിന്ന് ഞാൻ ഒഴുക്കിൽ പെട്ട് അങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ട്. അതെന്താണ്? ഒരു ക്രിമിനൽ ബലപ്രയോഗത്തിന് ഒരു ഉദാഹരണമാണ്. ഇനി വേറൊരു ഉദാഹരണം പറയാം. ഏതെങ്കിലും സെഡ് വെച്ച് പറയാം. സെഡിൻ്റെ സമ്മതം കൂടാതെ ഒരു നായയെ സെഡിൻ്റെ മേൽ ചാടുവാനായിട്ട് ഇങ്ങനെ ചൊടിപ്പിച്ചു. ഇവിടെ സെഡിന് പരിക്കോ ഭയമോ ശല്യമോ ഉളവാക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തു? സെഡിന് നേർക്ക് കുറ്റകരമായ ബലപ്രയോഗം നടത്തിയെന്ന് പറയാം. അതായത് അപ്പുറത്തെ ആൾക്ക് ദ്രോഹം വരണം എന്ന ഉദ്ദേശത്തോടെ നമ്മൾ ചെയ്യുന്ന എന്ത് പ്രവൃത്തിയും എന്താണ്? ക്രിമിനൽ ഫോഴ്സ് അല്ലെങ്കിൽ ക്രിമിനൽ ശക്തിയുടെ കീഴിൽ വരും. അതാണ് സെക്ഷൻ 129. അടുത്തതാണ് സെക്ഷൻ 130. സെക്ഷൻ 130 പറയുന്നതാണ് ആക്രമണം, അസാൾട്ടിനെ കുറിച്ചിട്ട് നമുക്കറിയേണ്ടതാണ്. അത് ഓർത്തിരിക്കാനായിട്ട് ഒരാൾ മൂക്കടിക്കാൻ വേണ്ടി കൈ ചുരുട്ടുന്നു എന്ന് ആലോചിക്കാം. അതായത് ആക്രമണം എന്ന് പറയാൻ മൂക്കിലിടിക്കണ്ട. അതായത് ഇപ്പോഴത്തെ ആൾ തന്നെ മൂക്കിലാണ് ഇടിക്കാൻ വരണേ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ആളുടെ കൈ ചുരുട്ടി ഇങ്ങനെ വരാണെങ്കിൽ തന്നെ എന്തായി? ആക്രമണമായി. അത് ആക്രമണത്തിൻ്റെ കീഴിൽ വരും.
ഇനി വാക്കുകൾ കൊണ്ട് പറയുന്നൊന്നും ആക്രമണം നടത്താക്കില്ല കേട്ടോ. അതായത് ആരെങ്കിലും എന്തെങ്കിലും ആംഗ്യമോ തയ്യാറെടുപ്പോ നടത്തുകയാണെങ്കിൽ അത് അവിടെയുള്ള ഏതെങ്കിലും വ്യക്തിക്ക് ആക്രമിക്കാനാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ആംഗ്യമോ തയ്യാറെടുപ്പോ നടത്തുന്നയാൾ ആ വ്യക്തിക്കെതിരെ ക്രിമിനൽ ബലപ്രയോഗം നടത്തുവാൻ പോവുകയാണെന്ന് ആൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ എന്താണ്, ആ ആംഗ്യത്തിന് ആക്രമണമായിട്ട് നമുക്ക് കണക്കാക്കാം. ആക്രമണമായിട്ടാണ് അത് ആരോപിക്കപ്പെടാം. അതാണ് സെക്ഷൻ 130 പറയുന്നത്. ഇനി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെഡിനെ അടിക്കാൻ പോകുന്നുവെന്ന് സെഡ് വിശ്വസിക്കാൻ സാധ്യതയുണ്ടെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് സെഡിനെ നേരെ മുഷ്ടി ചുരുക്കുന്നു. അപ്പം എന്തായി, ഒരു ആക്രമണം നടത്തിയിട്ടുണ്ട്. നമ്മൾ കോഡ് പറഞ്ഞ പോലെ മൂക്കത്തിടിക്കാൻ വേണ്ടി കൈ ചുരുട്ടുന്നു. 1 3 0 ഒരാളുടെ മൂക്കത്തിടിക്കാൻ വേണ്ടി കൈ ചുരുട്ടുന്നു. അതാണ് സെക്ഷൻ 130 പറയുന്നത്. അടുത്തതാണ് സെക്ഷൻ 137. സെക്ഷൻ 137 എന്ന് പറഞ്ഞ ഒരാളെ മൂക്കത്തിടിക്കാൻ വേണ്ടിയിട്ട് എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോകാം. അതായത് കിഡ്നാപ്പിംഗ്, തട്ടിക്കൊണ്ടുപോകലിനെ കുറിച്ചിട്ടാണ് സെക്ഷൻ 137 പറയുന്നത്. അതായത് ഇന്ത്യയിൽ നിന്നുള്ള തട്ടിക്കൊണ്ടുപോകലാവാം, നിയമപരമായ രക്ഷാകർത്തത്തിൽ നിന്നുള്ള തട്ടിക്കൊണ്ടുപോകലാവാം. ഇതൊക്കെ എന്ത് ചെയ്യും, സെക്ഷൻ 137 1 പെടും. ഇനി സെക്ഷൻ 137 2 പറയുന്നത് ഇതിൻ്റെ ശിക്ഷയെ കുറിച്ചിട്ടാണ്. ഇങ്ങനെ തട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ, ഇങ്ങനെ അല്ലെങ്കിൽ ആൾ മോഷണം നടത്തുകയാണെങ്കിൽ 7 വർഷം വരെ ആകുന്ന തടവ് ശിക്ഷയും പിഴശിക്ഷയാണ് ലഭിക്കുക പണിഷ്മെൻ്റായിട്ട്. ഇനി 137 1 എന്ന് പറഞ്ഞു. 137 1 പറയുന്നതാണ് ഇന്ത്യയിൽ നിന്നുള്ള തട്ടിക്കൊണ്ടുപോകൽ. 137 1 പറയുന്നതാണ് ഒരു രക്ഷാകർത്തത്തിൽ നിന്നുള്ള തട്ടിക്കൊണ്ടുപോകൽ. രണ്ടും 2 വകുപ്പിൽ തന്നെ ആയിട്ടാണ്, സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്താണ്. 137 1 137 1 ഈ രക്ഷകർത്താവ് എന്ന് പറയുമ്പോൾ അച്ഛനമ്മയും മാത്രമല്ല പെടാം. അതായത് ഇപ്പോൾ നിങ്ങൾ ചിത്തഭ്രമമുള്ള ഒരു കുട്ടീനൊക്കെ സൂക്ഷിക്കാനായിട്ട് സംരക്ഷിക്കാനായിട്ട് വെച്ചിരിക്കണം നിയമപരമായിട്ട് ചുമതലയുള്ള ഏതാൾക്കാരും എന്ത് ചെയ്യും, നിയമാനുസൃത രക്ഷകർത്താവ് എന്ന കീഴിൽ വരും. അപ്പോൾ അവരുടെ ഇതിനൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ഈ തട്ടിക്കൊണ്ടുപോകലിൻ്റെ കീഴിൽ വരും. അടുത്ത സെക്ഷനാണ് 138. 138 പറയുന്നത് ആളപഹരണത്തെ കുറിച്ചിട്ടാണ്. അബ്ഡക്ഷൻ, ആളപഹരണം. അതായത് ഒരു വ്യക്തിയെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകാൻ നിർബന്ധിച്ച ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ബലം പ്രയോഗിച്ച് കൊണ്ടുപോകാം, അല്ലെങ്കിൽ കബളിപ്പിക്കുക. ഇതൊക്കെ എന്ത് ചെയ്യും, കബളിപ്പിക്കൽ, ബലം പ്രയോഗിക്കൽ ഇങ്ങനെയൊക്കെ കൊണ്ടുപോകുന്നതൊക്കെ എന്ത് ചെയ്യും, സെക്ഷൻ 138 ആളപഹരണത്തിൻ്റെ കീഴിൽ വരും. ഇനിയുള്ള സെക്ഷനാണ് 143. 141 പറയുന്നത് വ്യക്തിയെ വ്യാപാരം ചെയ്യൽ, അല്ലെങ്കിൽ ആൾ വ്യാപാരം, മനുഷ്യ കച്ചവടം എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതിനെ കുറിച്ചിട്ടാണ് സെക്ഷൻ 143 പറയുന്നത്. നമ്മളിപ്പോൾ കുറേ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അതായത് ഓരോ കുട്ടികളൊക്കെ പ്രേമിച്ച് വശീകരിച്ച് അവരെ കൊണ്ടുപോയിട്ട് പിന്നെ മയക്കുമരുന്നൊക്കെ കൊടുത്ത് വേറെ സ്ഥലത്തേക്ക് വിൽക്കലും ഇതൊക്കെ ചെയ്യുന്നത്, മനുഷ്യ വ്യാപാരം നടത്തുന്നത്. അതാണ് ഇങ്ങനെ ആലോചിക്കാം. അങ്ങനെ ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആണ് പറയുന്നത്. 1 4 3 എന്ന് പറയുമ്പോൾ എന്നിട്ട് ഓർമ്മ വരും നിങ്ങൾക്ക്, നമ്മൾ ഐ ലവ് യു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് പറയണ ഒരു നമ്പറായിട്ട് ഓർക്കണണ്ട. 143 ഐ ലവ് യു എന്നൊക്കെ പറയുന്നത്. അപ്പം ഇങ്ങനെ ആലോചിക്കുക, ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് വ്യാപാരം ചെയ്യുക, ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോവുക, മനുഷ്യക്കടത്ത് ചെയ്യുക. ഈ മനുഷ്യ കച്ചവടത്തെ കുറിച്ചിട്ടാണ് എന്ത് സെക്ഷൻ 143 പറയുന്നത്. ഇനി ഇതിൻ്റെ അടിയിൽ ഇതിൻ്റെ ശിക്ഷകളെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് മനുഷ്യ കച്ചവടം ചെയ്ത ഏതൊരു വ്യക്തിക്കും 7 വർഷം മുതൽ 10 വർഷം വരെ ആകുന്ന ശിക്ഷയാണ് കിട്ടുക. കഠിന തടവും കിട്ടും, പിഴയും കിട്ടും. ഇതിൻ്റെ ഒപ്പം 7 to 10. ഇനി ഒന്നിലധികം ഇതേ കുറ്റം തന്നെ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ട്രാഫിക്കിംഗ് ഓഫ് പേഴ്സൺ ഒന്നിലധികം വ്യക്തികളെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ശിക്ഷ 10 വർഷം മുതൽ ജീവപര്യന്തം വരെയാവും. ഇനി ഒന്നിൽ കൂടുതൽ കുട്ടികളെയാണ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ 14 വർഷം മുതൽ ജീവപര്യന്തം വരെയാവും. ഇനി ഒന്നിൽ കൂടുതൽ തവണ കുട്ടിയെ വ്യാപാരം ചെയ്യുകയാണെങ്കിൽ ശിക്ഷ എന്തായിരിക്കും, ജീവപര്യന്തമായിരിക്കും ശിക്ഷ. ഇനി ഈ മനുഷ്യ കച്ചവടത്തിൻ്റെ ഈ കേസിൽ ഏതെങ്കിലും ഒരു പബ്ലിക് സർവൻറ്റോ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥനോ ഈ മനുഷ്യ കച്ചവടത്തിൽ പങ്കുപെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ പൊതുസേവകനോ ലഭിക്കുന്ന ശിക്ഷയാണ് ജീവപര്യന്തം. ആ വ്യക്തിയുടെ ബാക്കിയുള്ള ജീവിതകാലം മൊത്തം എന്ത് ചെയ്യും, ജയിലിൽ എടുക്കണം. അതിൻ്റെ ഒപ്പമുള്ള പിഴയും ഉണ്ടാവും. അതാണ് മനുഷ്യ കച്ചവടം. 143 സെക്ഷൻ 143 ആലോചിച്ച് വയ്ക്കാം. ഇനിയാണ് സെക്ഷൻ 145. സെക്ഷൻ 145 പറയുന്നത് അടിമകളുടെ പതിവ് ഇടപാടിനെ കുറിച്ചിട്ടാണ്. അതായത് അടിമകളെ പതിവായി ഇറക്കുമതി ചെയ്യുകയോ കയറ്റുമതി ചെയ്യുകയോ നീക്കം ചെയ്യുകയോ വാങ്ങുകയോ വിൽക്കുകയോ കടത്തുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇടപാട് നടത്തുകയോ ചെയ്താൽ അടിമകൾ, നമ്മൾ പണ്ടുണ്ടായ സമ്പ്രദായമായിരുന്നു അടിമക്കച്ചവടം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അടിമകളെ വെച്ച് കച്ചവടം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, അതായത് ഒരാളുടെ ജീവനെ വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതായത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന ശിക്ഷയാണ് എന്ത്, ജീവപര്യന്തം. അല്ലെങ്കിൽ 10 വർഷത്തിൽ കൂടാത്ത തടവോ കൂടാതെ പിഴയും ലഭിക്കും. അതായത് ഒന്നില്ലെങ്കിൽ ജീവപര്യന്തം തടവ്, അല്ലെങ്കിൽ 10 വർഷം കൂടാത്തതോ, അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം പിഴയും ലഭിക്കും ഇതിനൊപ്പമായിട്ട്. അടുത്തതാണ് സെക്ഷൻ 146. ഇനി ക്ലാസ്സിൽ ഈ സെക്ഷൻ വരെ പറയാനുള്ളൂ. ഇതുവരെ എടുത്ത് നന്നായിട്ട് പഠിക്കുക. സെക്ഷൻ 146 പറയുന്നതാണ് നിയമവിരുദ്ധമായ നിർബന്ധിത തൊഴിലുകൾ, അൺലോഫുൾ കമ്പൽസറി ലേബർ. നിയമവിരുദ്ധമായ ഒരാളെ അയാളുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി ജോലി ചെയ്യാൻ നിർബന്ധിക്കുന്ന ആൾക്ക് 1 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടി ലഭിക്കും. അതായത് നിയമവിരുദ്ധമായിട്ട് അയാളുടെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ജോലി ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ 1 വർഷത്തോളം ആകുന്ന തടവോ
പിഴ അല്ലെങ്കിൽ 2 കൂടിയും ലഭിക്കും. അപ്പോൾ 1, 4, 6 എന്ന് പറയുമ്പോൾ ഒരാൾ 4 ചുമരിലിട്ട് നിയമവിരുദ്ധമായിട്ടുള്ള പണി ചെയ്യാനായിട്ട് നിർബന്ധിക്കുക. ഒരാൾ 4 ചുമരിലിട്ടിട്ട് എന്തെങ്കിലും കാലിൻ്റെ പണി എന്ന് വേണമെങ്കിൽ ആലോചിക്കാം. നിയമവിരുദ്ധമായിട്ടുള്ള പണി ചെയ്യാനായിട്ട് നിർബന്ധിക്കുക. അതാണ് സെക്ഷൻ 146. അപ്പോൾ ഇതുവരെയുള്ള എടുത്ത സെക്ഷനുകളൊക്കെ നന്നായിട്ട് പഠിക്കുക. നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്കുകളൊക്കെ ഫുള്ള് വായിച്ച് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രമേ പഠിക്കണുള്ളൂ. അപ്പോൾ ഈ പറയണതിൽ ഒന്നും കുറയ്ക്കാൻ പാടില്ല. നമ്മൾ മാക്സിമം എല്ലാം കുറച്ചാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും കൃത്യം നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ